ദേശീയ പണിമുടക്കൊക്കെ അല്ലേ, അപ്പോൾ അങ്ങാടിയിലെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങാടിക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഹർത്താൽ അനുകൂലികൾ അവിടെയുള്ള ചരക്ക് വാഹനങ്ങളും അതിലൂടെ പോകുന്ന ലോറികളും ടാക്സികളൊക്കെ തടഞ്ഞിട്ടിട്ടുണ്ട്. തടഞ്ഞ് കുറച്ച് നേരം നിർത്തിയിട്ട് അവർ പറഞ്ഞു വിടുന്നുണ്ട്. ഏതായാലും ഹർത്താൽ വിജയിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് ഏതായാലും ബസ് സ്റ്റാൻഡിലൊന്ന് കയറി അങ്ങനെ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ബസ് സ്റ്റാൻഡിൽ കയറി. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ നമ്മളെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന കുട്ടു, അതുപോലെ തന്നെ ദീപാ സൗണ്ട് രഞ്ജു, ഇവർ രണ്ടുപേരും കൂടെ ഈ ഹമ്പിൻ്റെ അടുത്തുണ്ടായിരുന്ന വലിയൊരു കുഴി, സ്ത്രീകളൊക്കെ എപ്പോഴും അപകടത്തിൽപ്പെടുന്ന ഒരു കുഴിയാണ്, ആ കുഴി നികത്താനുള്ള ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏതായാലും അവരുടെ കൂടെ കൂടി ഞങ്ങൾ മൂന്നുപേരും കൂടെ കുറച്ച് മണ്ണും കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ നികത്തിയും കൊണ്ടിരിക്കുകയാണ്, കോൺക്രീറ്റൊക്കെ ഇട്ട്. അപ്പോൾ നാട്ടുകാർ കുറച്ച് ആൾക്കാരും കൂടെ വന്ന് ഞങ്ങൾക്ക് പല സപ്പോർട്ടുകളും പിന്തുണയൊക്കെ തന്നു. ഏതായാലും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണ്ടായിരുന്നു ഞങ്ങളറിയാതെ. വീഡിയോ എടുത്തത് നമ്മുടെ എക്സിഫിറ്റിൻ്റെയും അതുപോലെ തന്നെ ZXൻ്റെ ഉടമയായിട്ടുള്ള മുത്തുട്ടിയാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അയാളും പോയി. പിന്നെ ആ വീഡിയോ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മെറ്റീരിയൽസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടെ മെറ്റീരിയൽസൊക്കെ അവിടെ നിന്ന് സെറ്റാക്കി അത് വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും ഞങ്ങളതിട്ട് ഏതായാലും ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ കുറവ് കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. മെറ്റീരിയൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വലിയ കുഴി ഉണ്ടല്ലോ അത് തന്നെ ഒന്ന് നികത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും മെറ്റീരിയൽസ് കഴിഞ്ഞില്ല. ഇനി ബാക്കിയുള്ള കുഴികൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഈ ഒരു കുഴികളൊക്കെ പഞ്ചായത്ത് നികത്തിക്കൊണ്ട് ജനങ്ങളോട് നീതി പുലർത്തും എന്നാണ് വിശ്വസിക്കുന്നത്. നന്ദി.